അമേസ്ഫിറ്റ് എന്ന ബ്രാൻഡിൽ നിന്ന് ഒരു പുതിയ സ്മാർട്ട് വാച്ച് കൂടി വന്നിരിക്കുന്നു. അമേസ്ഫിറ്റ് ആക്റ്റീവ് 2. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നോക്കി. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോ. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ ഒരു വാച്ച് ഞാൻ കയ്യിൽ കെട്ടി ഉപയോഗിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കയ്യിൽ ഇത് കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിയിട്ടുണ്ടെന്ന് പറയുക പോലുമില്ല, അത്രയും ലൈറ്റ് വെയിറ്റ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ കയ്യിൽ കെട്ടി സ്ലീപ്പ് ഡേറ്റയൊക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉറക്കത്തിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു വാച്ച് എന്ന് പറയാതെ വയ്യ. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ സാധാരണ കൺവെൻഷണൽ വാച്ചുകളൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ തോന്നും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് അമേസ്ഫിറ്റ് നൽകിയിരിക്കുന്നത്. ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 20 mm സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബക്കിൾ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഊരി വേറെ സ്ട്രാപ്പ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനോടൊപ്പം ഇതിന്റെ ഹയർ വേരിയന്റിൽ നമുക്ക് ലെതർ സ്ട്രാപ്പ് തന്നെ ഇതിനോടൊപ്പം വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് ബാൻഡ് നമുക്ക് ഇതിനോട് ഉപയോഗിക്കാൻ സാധിക്കും. 9.9 mm മാത്രമാണ് ഈ ഒരു വാച്ചിന്റെ തിക്നെസ്. കയ്യിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ അമിതമായിട്ട് ഉയർന്നു നിൽക്കുകയില്ല. അതുപോലെ ഈ ഒരു സൈഡിൽ 2 ബട്ടണുകളുണ്ട്. സാധാരണ സ്മാർട്ട് വാച്ചുകളിലൊക്കെ അല്ലേ ഒറ്റ ബട്ടനാണ് കാണുന്നത്, ഇവിടെ 2 ബട്ടൺ. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള പല ആപ്ലിക്കേഷൻസുകളും ഇതുപോലെ കാണാം. എന്നാൽ താഴെയുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വർക്കൗട്ട് മോഡുകൾ നമുക്ക് എടുക്കാനുള്ള ഷോർട്ട് കട്ടായിട്ടും ആ ഒരു ബട്ടൺ ഉപയോഗിക്കാം. എന്തായാലും റൗണ്ട് ഷേപ്പ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 2000 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ്. നമുക്ക് വാച്ചുകൾ എന്ന് പറയുമ്പോൾ പുറത്ത് സൺലൈറ്റിലും ഒക്കെ നമുക്ക് ടൈമൊക്കെ നോക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഒരു സ്മാർട്ട് വാച്ചിൽ സഫയർ ഗ്ലാസ് കൊണ്ടാണ് ഈ ഒരു ഔട്ടർ ഗ്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ചെറിയ പോറലുകളൊന്നും ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേയിൽ ഏൽക്കില്ല എന്ന് വേണം പറയാൻ. സാധാരണ നമ്മുടെ ഫോണുകളൊക്കെ സ്ക്രാച്ച് വരുന്നതിനേക്കാൾ വാച്ചുകളിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൈ കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കഥകിലും അവിടെ ഇവിടെയൊക്കെ ഭിത്തിയിലൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ തട്ടിയാലൊന്നും ഈ സഫയർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പോറലുകൾ വീഴില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. 24/7 ഹെൽത്ത് മോണിറ്ററിംഗ് ആണ് ഈ ഒരു വാച്ചിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അതുപോലെ സ്ലീപ്പ് മോണിറ്ററിംഗ്, സ്ട്രെസ് മോണിറ്ററിംഗ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്ററിംഗ്, ഇങ്ങനെ നമ്മളുടെ ഹെൽത്ത് ട്രാക്കിംഗ് 24/7 ഈ ഒരു വാച്ച് ചെയ്യും എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 5 ATM വാട്ടർ റെസിസ്റ്റന്റ് ആണ്. കുറച്ച് നേരമൊക്കെ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാലൊന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ചിന് യാതൊരു കേടുപാടും വരികയില്ലെന്നും ആശ്വസിക്കാം. വാച്ചിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട കൺട്രോൾ സെന്റർ ഇവിടെ കാണാം. വീണ്ടും വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൺട്രോളുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഈ ഒരു വാച്ചിനകത്ത് ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൽ മലയാളം ഫോണിന്റെ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് വാട്സപ്പിലേക്ക് ആരെങ്കിലും മലയാളത്തിൽ മെസ്സേജ് അയച്ചാൽ അത് നമുക്ക് ഇതുപോലെ കാണാം. നോക്കി ഇവിടെ സുഖമാണോ എന്ന് വന്നു. പക്ഷേ എങ്കിലും ചില്ലക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അത്തരം മെസ്സേജുകൾക്ക് നമുക്ക് റിപ്ലൈ ചെയ്യാനും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ പല രീതിയിൽ. ഇപ്പോൾ ഇമോജി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിനകത്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് കീബോർഡ് തന്നെയാണ് വരുന്നത്. ആ കീബോർഡ് വഴി ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജിൽ റിപ്ലൈ നൽകാം. അതുമല്ലെങ്കിൽ AI അസിസ്റ്റന്റ് ഉണ്ട്. അതെന്നെ ഞെട്ടിച്ചു. ഇത്തരത്തിൽ AI അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പോലും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ വന്ന ഭാഷയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചില റിപ്ലൈകൾ, ഇപ്പോൾ സുഖമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്, എന്തുകൊണ്ട് അവിടെ വിശേഷം എന്ന് തിരിച്ചു ചോദിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് ഇതിന് AI വഴി ലഭിക്കുന്നുണ്ട്. ഇനി സുഖമല്ല എന്ന് പറയുന്ന റിപ്ലൈ കിട്ടുന്നുണ്ട്. അങ്ങനെ പല റിപ്ലൈകൾ നമുക്ക് AI അസിസ്റ്റന്റ് തന്നെ തരും. അതിൽ നിന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ക്വിക്ക് റെസ്പോൺസിനകത്തുണ്ട് IMC, അങ്ങനെയൊക്കെയുള്ള ക്വിക്ക് റെസ്പോൺസും ഒക്കെ ഇതിനകത്ത് നൽകാൻ സാധിക്കും. അതുപോലെ വാട്സപ്പിനകത്ത് ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ ആ വാട്സപ്പ് കോളുകൾ പോലും നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനും ഒക്കെ സാധിക്കും. നമുക്ക് വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റെഡിനെസ് സ്കോർ കാണിക്കുകയാണ്. നമ്മളുടെ സ്ലീപ്പ് ഡേറ്റയും അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണ് ഇന്ന് എന്ന് കാണിക്കുന്ന ഒരു സ്കോറിംഗ് ആണ് ഈ ഒരു റെഡിനെസ് സ്കോർ. ഇൻസൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് കാണാൻ സാധിക്കും. അതുപോലെ വീണ്ടും വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആക്റ്റീവ് ട്രാക്കിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, മൊത്തം എത്ര പ്രാവശ്യം ഇരുന്നെണീറ്റു, എത്ര മിനിറ്റ് നമ്മൾ ആക്റ്റീവ് ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെതർ ഡേറ്റയാണ്. ഈ ഒരു വെതർ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, ഓരോ ക്ലിക്കിൽ നമുക്ക് വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അടുത്തത് ഹാർട്ട് റേറ്റ് ആണ്. പിന്നീട് വരുമ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഒരു ആക്ടിവിറ്റി ട്രാക്കറിലേക്ക് എത്തുന്നു. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അമേസ്ഫിറ്റിന്റെ തന്നെ ചാറ്റ് GPT ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് അസിസ്റ്റന്റ് വഴി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ആസ്ക് എനിത്തിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ് ദ വെതർ റൈറ്റ് നൗ കണ്ടില്ലേ, നമുക്ക് എന്ത് ചോദിച്ചാലും ഇതിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇതുപോലെ ലഭിക്കും. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് റഷ്യ, അപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെ പേരും എല്ലാം ഇതുപോലെ കാണിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വോയിസ് കൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഇത്തരം ഒരു സംവിധാനം ഉപയോഗിക്കാം. മറ്റ് വിഡ്ജറ്റുകളുടെ എല്ലാം ഒരു സമ്മറിയാണ് ഇവിടെ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഹോം സ്ക്രീനിലേക്ക് വരും. നമുക്ക് ഡിഫോൾട്ടായിട്ട് നിരവധി മികച്ച വാച്ച് ഫേസുകൾ
ഈ ഒരു വാച്ചിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും അത്തരം വാച്ച് ഫേസുകളൊക്കെ ഈ ഒരു വാച്ചിനകത്ത് കാണാൻ അതിമനോഹരമാണ്. എസ്പെഷ്യലി മൊത്തത്തിലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഈ ഒരു വാച്ചിനകത്ത് കാണാൻ സാധിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതുപോലെ മാറി മാറി ഉപയോഗിക്കാം. വാച്ചിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നത് കൂടാതെ കൂടുതൽ വാച്ച് ഫേസുകൾ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് വഴി നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തും ഉപയോഗിക്കാനാകും. ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ കമ്പാനിയൻ ആപ്പ്. ഈ ഒരു കമ്പാനിയൻ ആപ്പ് വഴി നമുക്ക് കംപ്ലീറ്റ് വാച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഹെൽത്ത് ഡേറ്റാസും ഈ ഒരു ആപ്പ് വഴി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഈ പറയുന്ന റെഡിനസ് സ്കോറും അതുപോലെ സ്ലീപ്പ് ഡേറ്റയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ലഭിക്കുന്നുണ്ട്. 5 സാറ്റലൈറ്റ് GPS ആണ് ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ആ ഒരു ഗ്ലോബൽ പൊസിഷനിങ് എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ കൃത്യമായ ഏത് വഴികളിലൂടെ നടന്നു പോകുന്നു, കൃത്യമായ ദൂരം നമ്മൾ എത്ര നടന്നു തുടങ്ങിയ ട്രാക്കിങ്ങിനൊക്കെ കൃത്യമായി ഈ ഒരു 5 സാറ്റലൈറ്റ് GPS ഈ ഒരു വാച്ചിനകത്ത് സഹായിക്കും. ഈ അത്ലറ്റ്സ് ഒക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ട്രെയിനിങ് മോഡിന് വേണ്ടി ഹൈറോക്സ് മോഡ് തന്നെ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാറ്ററി ലൈഫാണ് മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് നമുക്ക് അമേസ്ഫിറ്റ് ക്ലെയിം ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നോക്കി. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാച്ച് ഉപയോഗിച്ചത്. അപ്പോഴൊക്കെ ഏകദേശം ഒരു 5 ദിവസത്തിലധികമുള്ളൊരു ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഇതുവഴി നമുക്ക് അറ്റൻഡ് ചെയ്ത് സ്പീക്കർ മൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും ഒക്കെ ഈ ഒരു വാച്ചിനകത്ത് സാധ്യമാണ്. ഇതാണ് ഈ ഒരു വാച്ചിന്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി. ഇപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു വാച്ചിന്റെ സ്പീക്കറിൽ കൂടെയാണ് നിങ്ങൾ കേൾക്കുന്നത്. തരത്തിലില്ലാത്ത ലൗഡായിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഈ ഒരു വാച്ചിന്റെ സ്പീക്കർ ഔട്ട് സൗണ്ട് നൽകുന്നത്. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം അതുപോലെ iOS-ലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു വാച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ചില വാച്ചുകൾ ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്, ചിലത് ആപ്പിൾ വാച്ചിൽ മാത്രം സപ്പോർട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, രണ്ടിലും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാന ഹൈലൈറ്റ്. ഈ ഒരു വാച്ചിനകത്ത് വയർലെസ് ചാർജിങ് സംവിധാനം നൽകിയിട്ടില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അത്തരം ഒരു ചാർജറാണ് ഈ ഒരു വാച്ചിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് USB Type-C ചാർജിങ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മുടെ വാച്ചിൻ്റെ ബോക്സിനോടൊപ്പം ചാർജിങ് കേബിൾ കൊടുത്തിട്ടില്ല. നമ്മുടെ ഫോണിൻ്റെയൊക്കെ ചാർജിങ് Type-C കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാം. അപ്പോൾ ഒറ്റ കേബിൾ കൊണ്ടുവരുന്നാൽ മതി എന്നുള്ളൊരു വലിയ ഗുണമാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ ഒരു MRP പ്രൈസിംഗ് കേട്ട് ഞെട്ടരുത്. 24,999 രൂപയാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ ഇതിൻ്റെ ലെതർ സ്ട്രാപ്പ് വരുന്ന കൂടിയ വേരിയന്റിന് 10,999 രൂപയാണ് വില. ആ വിലയ്ക്ക് നമുക്ക് ലെതർ സ്ട്രാപ്പും കിട്ടും, അതുപോലെ ഈ ഒരു സ്പോട്ട് സിലിക്കൺ ബാൻഡും നമുക്ക് എക്സ്ട്രാ കിട്ടും. 2 ടൈപ്പ് ബാൻഡും കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ലെതർ സ്ട്രാപ്പ് വേണ്ട, ഈ ഒരു സ്പോട്ട് ബാൻഡ് സിലിക്കൺ സ്ട്രാപ്പ് മാത്രം മതിയെങ്കിൽ 8,999 രൂപയ്ക്കും ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഈ ഒരു അമേസ്ഫിറ്റ് ആക്റ്റീവ് 2 എന്ന് പറയുന്ന ഈ ഒരു വാച്ച് വാങ്ങാൻ സാധിക്കും. വാങ്ങുന്നുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.